ഒരു ഓപ്പറേഷൻ വിജയിക്കാൻ വലിയ ആയുധങ്ങൾ മാത്രം മതി എന്നൊന്നില്ല. ചിലപ്പോൾ പ്രതിപക്ഷ സേന അല്ലെങ്കിൽ നമ്മുടെ ശത്രു സേന എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അവരുടെ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമൊക്കെ ആയേക്കാം. ഇപ്പോൾ ഇന്ത്യ അതിനായി അതുപോലൊരു നീക്കത്തിനായി വലിയ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അതിന്റെ പേരാണ് മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻസ്. വാർത്ത വിശദമാക്കാം, ആഴത്തിൽ തന്നെ നമുക്ക് പരിശോധിച്ച് വരാം. ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് കൂടുതൽ പ്രാധാന്യം നേടുന്ന ഒരു പ്രധാന ആശയത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അതെ, മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻസ്. ഇതൊരു പുതിയ ആയുധമല്ല, പകരം ഓപ്പറേഷൻ നടത്താനുള്ള ഒരു പുതിയ രീതിയെക്കുറിച്ചാണ് പറയാനുള്ളത്. മുൻപ് നമ്മുടെ രാജ്യത്തിന്റെ ഓപ്പറേഷനുകൾ സാധാരണയായി വേർതിരിച്ചാണ് നടന്നിരുന്നത്. ഭൂമിയിലെ നീക്കങ്ങൾ വേറെ, ആകാശത്തിൽ പിന്തുണ വേറെ, അതുപോലെ തന്നെ കടലിലെ വേറെ പ്രവർത്തനം, അങ്ങനെയൊക്കെയായിരുന്നു. ഇവ തമ്മിൽ ബന്ധമുണ്ടായിരുന്നെങ്കിലും അത് പരിമിതമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഈ മേഖലകളിലെല്ലാം ഒരുമിച്ച് കൈകോർത്തു പിടിച്ച് ഏകോപിത രീതിയിൽ ചെയ്യാനായി മുന്നോട്ട് പോവുകയാണ്. ഭൂമി, ആകാശം, കടൽ, സൈബർ, സ്പേസ് എല്ലാം ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് രീതി. ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്നൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഭൂമിയിൽ സൈന്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ആകാശത്ത് നിന്ന് ഡ്രോണുകൾ നിരീക്ഷണം നടത്തുന്നുണ്ട്. കടലിൽ നിന്ന് ആവശ്യമായ പിന്തുണ അവരും തരുന്നുണ്ട്. ഇവ നടക്കുമ്പോൾ തന്നെ സൈബർ മേഖലയിലൂടെ പ്രതിപക്ഷ സേനയുടെ അല്ലെങ്കിൽ നമ്മുടെ ശത്രു സേനയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളെല്ലാം കുഴപ്പത്തിലാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ചില സിസ്റ്റങ്ങൾ തെറ്റായ വിവരങ്ങൾ അവർക്ക് നൽകാൻ തുടങ്ങുന്നു. ആ ഒരു സമയത്ത് ഒരേ സമയം പല മേഖലകളിൽ നിന്നും സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു രീതി. ഇതാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിന്റെ ഏകോപനമാണ്. ഓരോ വിഭാഗവും ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. ഒരു ഭാഗത്ത് മാറ്റം സംഭവിച്ചാൽ മറ്റുള്ളവ അതനുസരിച്ച് പ്രതികരണം അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ റെഗുലേറ്റ് ചെയ്യും. ഇത് ഓപ്പറേഷൻ കൂടുതൽ കൃത്യവും വേഗതയുള്ളതുമാക്കി മാറ്റും. നമ്മുടെ രാജ്യത്തിന് ഇതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി, ഓപ്പറേഷൻ നടത്തുമ്പോൾ കൂടുതൽ നിയന്ത്രണം ലഭിക്കുമെന്നതാണ്. രണ്ടാമതായി പറയുകയാണെങ്കിൽ നമ്മുടെ ശത്രു സേനയെ നേരിട്ട് നമ്മൾ ഏറ്റുമുട്ടുന്നതിന് മുൻപ് തന്നെ അവരുടെ സംവിധാനങ്ങളെ കുഴപ്പത്തിലാക്കാൻ കഴിയും. മൂന്നാമതായി, വിവിധ സേനകളുടെ ഏകോപനം കൊണ്ട് മൊത്തത്തിലുള്ള ശേഷി വർദ്ധിക്കുമെന്നതാണ്. ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യമാണ് വ്യക്തമാകുന്നത്: ഭാവിയിലെ ഓപ്പറേഷനുകൾ ഒരൊറ്റ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അല്ലെങ്കിൽ ഒരൊറ്റ മേഖലയിൽ മാത്രമാകില്ല നടക്കുന്നത്. പകരം എല്ലാ മേഖലയും ചേർന്നായിരിക്കും നടക്കുന്നത്. മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻസ് ഇന്ത്യയുടെ അടുത്ത വലിയ നീക്കങ്ങളിൽ ഒന്നായി തന്നെ മാറുകയാണ്. ഇതിന്റെ വികസനം എങ്ങനെയാകും മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്.